ഹായ് ഓൾ, എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മുൻവർഷ ചോദ്യങ്ങളാണ്. അതിൽ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രത്തെ പറ്റിയുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഇന്ത്യയുടെ ഭൂമിശാസ്ത്രം മുൻവർഷ ചോദ്യങ്ങൾ. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ PDF-ൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർക്ക് ഇത് സബ്സ്ക്രൈബ് ചെയ്യാം. അതോട് നോട്ടിഫിക്കേഷൻസ് എല്ലാം കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. ഇനി www.bibimohan.com നോട്ട്സ് ലഭിക്കുന്നതാണ്, സ്റ്റഡി മെറ്റീരിയൽസ് ലഭിക്കുന്നതാണ്, ഗൈഡൻസ് ലഭിക്കുന്നതാണ്. അതുപോലെ എഞ്ചിനീയറിംഗ് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ EEE എന്ന ചാനൽ വിസിറ്റ് ചെയ്യാം. അതുപോലെ അതിൻ്റെ നോട്ട്സുകളൊക്കെ കിട്ടുന്നത് notebookofeprofessor.blogspot.com എന്ന വെബ്സൈറ്റിലാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ത്യയുടെ ഭൂമിശാസ്ത്രം മുൻവർഷ ചോദ്യങ്ങൾ. ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വതനിര ഏതാണ്? ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വതനിര ഹിമാദ്രി. പരിസ്ഥിതി കമാൻഡോസ് എന്നുകൂടി അറിയപ്പെടുന്ന സംഘടന ഏതാണ്? പരിസ്ഥിതി കമാൻഡോസ് എന്നുകൂടി അറിയപ്പെടുന്ന സംഘടനയാണ് ഗ്രീൻ പീസ്. താഴെ പറയുന്നവയിൽ പാരമ്പര്യേതര ഊർജ വിഭവത്തിൽ പെടാത്തത്? സൗരോർജം, പ്രകൃതിവാതകം, കാറ്റ്, തിരമാല. ഇത്രയാണ് കൊടുത്തിരിക്കുന്നത്. പാരമ്പര്യേതര ഊർജ വിഭവത്തിൽ പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത് പ്രകൃതിവാതകം. ബാക്കിയെല്ലാം റിന്യൂവബിൾ എനർജി സോഴ്സസ് ആണ്. മഞ്ഞു തിന്നുന്നവൻ എന്നറിയപ്പെടുന്ന കാറ്റ്, മഞ്ഞു തിന്നുന്നവൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ചിനൂക്കാണ്, ചിനൂക്ക്. ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമീറാണ്, പാമീർ പീഠഭൂമി. അടുത്ത ചോദ്യം. ഈ അന്തരീക്ഷ പ്രതിഭാസത്തെ ഇന്ത്യയുടെ യഥാർത്ഥ ധനമന്ത്രി എന്ന് വിശേഷിപ്പിക്കാം. ഏത് പ്രതിഭാസത്തെയാണ് ഇന്ത്യയുടെ യഥാർത്ഥ ധനമന്ത്രി എന്ന് വിളിക്കുന്നത്? മൺസൂൺ കാറ്റുകൾ. ഇതും പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. അടുത്ത ചോദ്യം. പൂർവ്വതീര സമുദ്രത്തിന്റെ തെക്ക് ഭാഗം ഡാഷ് എന്ന പേരിൽ അറിയപ്പെടുന്നു. പൂർവ്വതീര സമുദ്രത്തിന്റെ തെക്ക് ഭാഗം കോറമാണ്ടൽ തീരം, കോറമാണ്ടൽ തീരം എന്ന് അറിയപ്പെടുന്നു. ഇന്ത്യയിൽ ധാതു വിഭവങ്ങൾ അധികവും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഏത് ഭൂപ്രകൃതി വിഭാഗത്തിലാണ്? ഏറ്റവും കൂടുതൽ ധാതു വിഭവങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഉപദ്വീപീയ പീഠഭൂമിയിലാണ്, ഉപദ്വീപീയ പീഠഭൂമി. ഇപ്പോൾ ഇതിലെ പൂർവ്വതീര സമുദ്രം എന്ന് പറഞ്ഞു. ഓക്കെ, പൂർവ്വതീര സമുദ്രം. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ഈ ഒരു താഴത്തെ ഈ പോർഷൻ ഇതാണ് ഈസ്റ്റേൺ കോസ്റ്റ് അല്ലെങ്കിൽ പൂർവ്വതീരം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വെസ്റ്റേൺ കോസ്റ്റ് ആണ് ഇവിടെ വരുന്നത്. ഈ വെസ്റ്റേൺ കോസ്റ്റിന്റെ ഈ മുകളിലേക്കുള്ള ഭാഗം, അതായത് വടക്കു ഭാഗം, വെസ്റ്റേൺ കോസ്റ്റ് അല്ലെങ്കിൽ പശ്ചിമ തീരത്തിന്റെ വടക്കു ഭാഗം എന്തെന്നറിയപ്പെടുന്നു? കൊങ്കൺ തീരം എന്നറിയപ്പെടുന്നു. അതുപോലെ ഈ ഒരു തെക്ക് ഭാഗം ഇങ്ങോട്ട് മലബാർ തീരം എന്നും അറിയപ്പെടുന്നു. ഇത് മലബാർ, ഇവിടെ വരുമ്പോൾ എന്താണ്? കൊങ്കൺ തീരം. ഇവിടെ പൂർവ്വഘട്ടത്തിലാണെങ്കിൽ, പൂർവ്വ തീരസമുദ്രത്തിനാണെങ്കിൽ കോറമാണ്ടൽ തീരം എന്ന് പറയുന്നു. ഈ കോറമാണ്ടൽ തീരം അല്ലെങ്കിൽ ഈ പൂർവ്വ തീരസമുദ്രം അതും ഈ ഒരു പശ്ചിമ തീരം രണ്ടും കൂടി ജോയിൻ ചെയ്യുന്ന ഭാഗമാണ് കന്യാകുമാരി എന്ന് പറയുന്നത്, കന്യാകുമാരി. ഓക്കെ. സുന്ദർലാൽ ബഹുഗുണ ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? സുന്ദർലാൽ ബഹുഗുണ എന്ന് പറയുന്നത് ചിപ്കോ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ്. വനസംരക്ഷണത്തിന്, വനങ്ങളെ വെട്ടി നശിപ്പിക്കരുത് എന്ന് ആഹ്വാനം ചെയ്ത പ്രസ്ഥാനമാണ് ചിപ്കോ പ്രസ്ഥാനം. സുന്ദർലാൽ ബഹുഗുണയായിരുന്നു നേതാവ്. ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ കര അതിർത്തിയുള്ളത് ഏത് രാജ്യവുമായിട്ടാണ്? ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ കര അതിർത്തിയുള്ളത് ഏത് രാജ്യവുമായിട്ടാണ്? ബംഗ്ലാദേശ്. അടുത്തത്. ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം ഏറ്റവും കൂടിയിരിക്കുന്ന ദിവസം? ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം ഏറ്റവും കൂടിയിരിക്കുന്ന ദിവസം അത് ജൂലൈ 4 ആണ്, ജൂലൈ 4. അബ്ഹീലിയോൺ എന്നാണ് അതിന് പറയുന്നത്. അതായത് ആ ഒരു ദിവസത്തിന് എന്താണ്? അബ്ഹീലിയോൺ എന്നാണ് പറയുന്നത്, അബ്ഹീലിയോൺ.
ഇനി ഏറ്റവും അകലം കുറഞ്ഞിരിക്കുന്നതിന് എന്താണ്? പെരിഹീലിയോൺ എന്ന് പറയും. ഉത്തരായന രേഖ കടന്നു പോകാത്ത ഇന്ത്യൻ സംസ്ഥാനം ഈ കൊടുത്തിരിക്കുന്നവയിലാണ്, അതായത് മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഒഡീഷ, ഛത്തീസ്ഗഡ് എന്നിങ്ങനെ കൊടുത്തിരിക്കുകയാണ്. ഇതിൽ ഉത്തരായന രേഖ കടന്നു പോകാത്തത്, അതായത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകാത്തത് ഏതാണ്? അപ്പോൾ ഇത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്ന സംസ്ഥാനങ്ങളുടെ ഒരു ഈസി ആയിട്ട് ഓർത്തിരിക്കാനുള്ളൊരു കോഡൊക്കെ ഞാൻ പറഞ്ഞു തന്നിരുന്നു ഒരു വീഡിയോയിൽ. അപ്പോൾ അത് കണ്ടിട്ടുള്ളവർക്ക് അറിയാം ഇതിൽ ഏതാണ്? ഒഡീഷയാണ്. ഒഡീഷയിലൂടെ ഉത്തരായന രേഖ കടന്നു പോകുന്നില്ല. അടുത്ത ചോദ്യം, ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏതാണ്? ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ. അടുത്ത ചോദ്യമാണ്, തണുത്ത മരുഭൂമി എന്നറിയപ്പെടുന്ന പ്രദേശമേത്? തണുത്ത മരുഭൂമി എന്നറിയപ്പെടുന്നത് ലഡാക്കാണ്. ലഡാക്ക്. ഇന്ത്യയിലെ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന പ്രസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ചിപ്കോ പ്രസ്ഥാനമാണ്. നമ്മൾ ആദ്യം കണ്ടു, വനസംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. സുന്ദർലാൽ ബഹുഗുണയാണ് അതിൻ്റെ നേതാവ്. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയാണ് ഹിമാദ്രി. അടുത്തത്, നർമ്മദ ബച്ചാവോ ആന്തോളൻ സമരത്തിന് നേതൃത്വം നൽകിയത് ആര്? ആരാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ ആ സമരത്തിന് നേതൃത്വം നൽകിയത്? മേധാ പട്കർ ആണ്. മേധാ പട്കർ. ഭൂമിശാസ്ത്രപരമായി ഇന്ത്യയിലെ ഏറ്റവും ഭൂമിശാസ്ത്രപരമായിട്ട് ഇന്ത്യയിലെ ഏറ്റവും കൂടുതലുള്ള ഭൂപ്രദേശം അതേതാണ്? ഏറ്റവും പഴക്കം ചെന്ന ഭൂപ്രദേശം എന്നാണ് കേട്ടോ. ഇവിടെ അത് മിസ്സായതാണ്. ഏറ്റവും പഴക്കം ചെന്ന ഭൂപ്രദേശം ഡെക്കാൻ പീഠഭൂമി. പശ്ചിമ ബംഗാളിൽ വേനൽക്കാലത്തുണ്ടാകുന്ന മഴ ഏത് പേരിൽ അറിയപ്പെടുന്നു? കാൽ ബൈശാഖി. സുഖവാസ കേന്ദ്രമായ മൗണ്ട് അബു പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വത നിരയിലാണ്? സുഖവാസ കേന്ദ്രമായ മൗണ്ട് അബു പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വത നിരയിലാണ്? എവിടെയാണ്? ആരവല്ലി. ആരവല്ലി പർവ്വതനിരയിലാണ് മൗണ്ട് അബു. ഇന്ത്യ പാക് അതിർത്തി ഏത് പേരിൽ അറിയപ്പെടുന്നു? ഇന്ത്യ പാക് അതിർത്തിയാണ് റാഡ്ക്ലിഫ് ലൈൻ. റാഡ്ക്ലിഫ് ലൈൻ. ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം, നോർത്ത് സൗത്ത് ഡിസ്റ്റൻസ് എത്രയാണ്? 3214 കിലോമീറ്റർ. അടുത്ത, തൂണുകൾ എന്നല്ല ഇത് വേണ്ടത്, ഇങ്ങനെയാണ്. ഡൂണുകൾ, ഡൂൺസ് എന്നറിയപ്പെടുന്ന വിസ്തൃതമായ താഴ്വരകൾ അത് കാണപ്പെടുന്ന ഹിമാലയത്തിലെ പർവ്വത നിര ഏതാണ്? സിവാലിക്. ഇന്ത്യയുടെ മാനക രേഖാംശം ഏതാണ്? ഇന്ത്യയുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം കണക്കാക്കുന്നത് മാനക രേഖാംശം ഏതാണ്? 82 ഡിഗ്രി 30 മിനിറ്റ് കിഴക്ക്. ഇങ്ങനെയാണ് ഇത് എഴുതുക. 82 ഡിഗ്രി 30 മിനിറ്റ് ഈസ്റ്റ് അഥവാ കിഴക്ക്, അല്ലെങ്കിൽ 82.5 ഡിഗ്രി എന്നും പറയും. ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന അക്ഷാംശ സ്ഥാനമാണ് 8 ഡിഗ്രി 4 മുതൽ 37 ഡിഗ്രി 37 ഡിഗ്രി 6 മിനിറ്റ് വരെ. 8 ഡിഗ്രി 4 മിനിറ്റ് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വരെ. ഓക്കെ, അത്രയാണ് അക്ഷാംശ സ്ഥാനം. സോ ഇത്രയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ PDF നിങ്ങൾക്ക് ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. കൂടാതെ മൈ നോട്ട്ബുക്കിൻ്റെ ചാനൽ ഇതുവരെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ, ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. www.bibimohan.com നിങ്ങൾക്ക് നോട്ട്സുകൾ ലഭിക്കുന്നതാണ്. അതും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇൻബോക്സിൽ സ്റ്റഡി മെറ്റീരിയൽസ് ലഭിക്കും. എഞ്ചിനീയറിംഗ് കോമ്പറ്റേറ്റീവ് എക്സാംസിന് തയ്യാറെടുക്കുന്നവർ EEE എന്ന എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യാം. അതിൽ ഞാൻ ടെക്നിക്കലായിട്ടുള്ള എക്സാമുകൾക്കുള്ള കോച്ചിങ് ആണ് നൽകുന്നത്. കൂടാതെ EEE ബ്ലോഗാണിത്, നോട്ട്ബുക്ക് ഓഫ് എ പ്രൊഫസർ.blogspot.com എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ഈ ടെക്നിക്കൽ എക്സാമിൻ്റെയൊക്കെ നോട്ട്സ് ലഭിക്കുന്നതാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ലെസൺ. നിങ്ങളുടെ കമൻസും സജഷൻസും എല്ലാം പ്രതീക്ഷിക്കുന്നു.